ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ഈ ക്വാർട്ടർ മുഴുവൻ നാം പഠിച്ചുകൊണ്ടിരുന്നത് പുറപ്പാട് പുസ്തകത്തെ അധികരിച്ചാണ്. ഏതാണ്ട് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് പാഠം 12 ദയവായി നിൻ്റെ മഹത്വം എനിക്ക് കാണിച്ചു തരും. ഇതിൻ്റെ മനപ്പാഠവാക്യം, കർത്താവ് അവൻ്റെ മുൻപാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, കർത്താവായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. പുറപ്പാട് 34:6-7. ഇതാണ് ഇതിൻ്റെ മനപ്പാഠവാക്യം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അടിയങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി പോറ്റി വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവെ വീണ്ടും ഞങ്ങൾക്ക് അവസരങ്ങളും സാവകാശങ്ങളും നൽകി തരുന്ന മഹാകൃപയെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ പാഠം പഠിക്കുമ്പോൾ തിരുമേനിയുടെ തിരുമഹത്വം ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവണം. ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ശക്തീകരിക്കണം. പരിശുദ്ധാത്മ നിറവിനാൽ കർത്താവ് ഞങ്ങളെ നിറയ്ക്കണം. വചനം പഠിക്കുവാനും അത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുവാനുമുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണം. പഠിക്കുക മാത്രമല്ല കർത്താവെ അത് അനുസരിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകി തരണം. കേൾവിക്കാരെ എല്ലാം തിരുമേനി അനുഗ്രഹിക്കണം. ചോദിച്ച നന്മകൾ കുറവ്, അധികമായ നന്മകൾ കൊണ്ട് അടിയങ്ങളെ പോറ്റി ഒടുവിൽ അങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേ. ഇന്ന് ഈ തിരുവചന പാഠപഠനത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ദയവായി നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരൂ. മനപ്പാഠവാക്യം, കർത്താവ് അവൻ്റെ മുൻപാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, കർത്താവായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. പുറപ്പാട് 34:6-7. ഈ 2 വാക്യങ്ങളിൽ കാണുന്ന ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ, കർത്താവ് സ്വയം വെളിപ്പെടുത്തുവാണ് കർത്താവ് ആരാണ് എന്നുള്ളത്. ദൈവ സ്വഭാവത്തിൻ്റെ അത്യഗാധമായ ഒരു സംഗ്രഹമാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും ഗ്രാഹ്യമായ അല്ലെങ്കിൽ ഏറ്റവും കാതലായ ഒരു സ്വഭാവ വിശേഷമാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ്? ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, മാത്രമല്ല വിശ്വസ്തനുമാണ് എന്ന് സ്വയം വെളിപ്പെടുത്തലാണ്. അപ്പം ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് വളരെ കർക്കശനാണ്. എന്നാൽ കൃപയോടുള്ള ബന്ധത്തിൽ മഹാദയയും വിശ്വസ്തതയും ദീർഘക്ഷമയും സ്നേഹവാനുമാണ്. അവിടെ പറയുന്ന ദൈവത്തിൻ്റെ നിസ്തുല്യ സ്നേഹത്തെയും ഇവിടെ മോശ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് പറയുന്നു. അകൃത്യവും പാപവും ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയും വരും തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന അനുഗ്രഹത്തിൻ്റെയും വാഗ്ദത്ത മിശിഹായുടെയും വെളിപ്പാടുമാണിത്. അപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ അകൃത്യവും പാപവും ഒക്കെ ക്ഷമിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ മഹാകരുണയെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന അനുഗ്രഹം അവിടെ പറയുന്നുണ്ട്. മാത്രമല്ല വാഗ്ദത്ത മിശിഹായെക്കുറിച്ചും അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് സകല മാനവരാശിയുടെയും പ്രത്യാശയാണ്. എന്താണ്? വെളിപ്പെടുവാനുള്ള മിശിഹായുടെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അത് തന്നെയാണ് സകല മാനവരാശിയുടെയും നല്ല പ്രത്യാശ. അതിനാൽ തന്നെ ഈ വാക്യം അത്യധികം പ്രാധാന്യമർഹിക്കുന്നതുമാണ്. അപ്പം ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ നടത്തത്തിൽ എല്ലാവരും വളരേണ്ടതുണ്ട്, അല്ലേ? ദൈവത്തോടൊപ്പം നാം നടക്കുമ്പോൾ നമ്മൾ വളരുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു. 1 പത്രോസ് 3:16, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവേൻ.
അതാണ് പത്രോസ് അപ്പോസ്തലന്റെ നമ്മളുടെ ഉപദേശം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും നമ്മൾ വളരണമെന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അറിയുന്നതിലൂടെ അത് പിന്തുടരുന്നതിലൂടെ മോശ എപ്രകാരം വളർന്നു എന്നുള്ളതാണ് ഇന്നത്തെ പാഠത്തിന്റെ രത്നച്ചുരുക്കം. അപ്പം ദൈവത്തിന്റെ കൽപ്പനയും നിർദ്ദേശങ്ങളും അറിയുക, അത് പിന്തുടരുക, അതിൽ കൂടിയാണ് മോശ വളർന്നത്. അപ്പോൾ ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുന്ന ഉടനെ സമാഗമന കൂടാരം, പുറപ്പാട് 33:7 മുതൽ 11 വരെയുള്ള ഭാഗമാണത്. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് ദൂരത്തടിച്ചു എന്ന് പറയുന്നു. അടിച്ചു, പാളയത്തിനടുത്ത് മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് ദൂരത്ത് അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേര് വിളിച്ചു. അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും സമാഗമന കൂടാരത്തിന് അടുത്ത്. നമ്മൾക്ക് യഹോവയെ അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സമാഗമന കൂടാരത്തിന്റെ അടുത്ത് ചെല്ലും. മോശ സമാഗമന കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും അവരുടെ കൂടാരവാതിക്കൽ നിന്ന് നോക്കിക്കൊണ്ട് നിന്നു എന്ന് പറയുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോഴേ ഈ കൂടാരത്തിന്റെ വാതിക്കൽ എന്താ ചെയ്യുന്നത്? ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട്. വാതിക്കൽ മോശ നിൽക്കുമ്പോൾ യഹോവ മേഘത്തിൽ വന്നിട്ട് മോശയോട് സംസാരിക്കുന്നു. അപ്പം ജനമൊക്കെയും കൂടാരവാതിക്കൽ മേഘസ്തംഭത്തിൽ നിൽക്കുന്നത്, ദൈവം മേഘസ്തംഭത്തിൽ നിൽക്കുന്നത് ജനമൊക്കെയും കണ്ടു എന്ന് പറയുന്നു. അപ്പം മോശ സമാഗമന കൂടാരത്തിൽ ദൈവവുമായി എത്ര തവണ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. അനേക തവണ മോശ ദൈവവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പം മോശയുമായുള്ള ദൈവത്തിന്റെ കൂടിക്കാഴ്ചകൾ അവർക്കിടയിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധം പുലർത്തി. അപ്പം നമുക്ക് ദൈവത്തെ നമ്മുടെ സഖിയായി, നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ സുഹൃത്തായി കാണണമെങ്കിൽ നമ്മൾ ഈടാർന്ന ബന്ധം ദൈവവുമായിട്ട് പുലർത്തണം. അപ്പം മോശ അങ്ങനെ ഒരു ഈടാർന്ന ബന്ധം പുലർത്തി. അതുകൊണ്ട് എന്താ, ദൈവം മോശയോടെ മുഖാമുഖം സംസാരിച്ചിട്ടുണ്ട്. പുറപ്പാട് 33:11 പറയുന്നത് ശരിക്കും ഒരു സുഹൃത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം, ഒരു സുഹൃത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം ദൈവം മോശയിലും കണ്ടു, മോശ ദൈവത്തിലും കണ്ടു. ഇവിടെ ഒരു സുഹൃത്ത് എങ്ങനെയുള്ളവനായിരിക്കണം? ഏറ്റവും നല്ല വ്യക്തിയായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, ഇല്ലേ? അല്ലാതെ നമ്മൾക്കൊരു നല്ല വ്യക്തി അല്ല എങ്കിൽ നമ്മൾക്ക് അയാളോട് സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുകയില്ല. അത് മാത്രമല്ല, നമ്മുടെ സുഹൃത്ത് വിശ്വസ്തനുമായിരിക്കണം. അപ്പോൾ സീനായി പർവ്വതത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു പ്രത്യേക നേതൃത്വപരമായ റോളിനായി മോശയെ ദൈവം ഒരുക്കിയെടുത്തു. അങ്ങനെ ഒരുക്കിയെടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ദൈവം മോശയെ ശക്തമായി ഉദ്വേലിപ്പിച്ചു എന്നാണ് പറയുന്നത്. ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി. നമുക്കത് എങ്ങനെ മനസ്സിലാകുന്നതെന്ന് അറിയാമോ? ശരിക്കും മിദ്യാൻ ദേശത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോശ ഉൽപ്പത്തി പുസ്തകം എഴുതി, ഇയ്യോബിൻ്റെ പുസ്തകവും എഴുതി. അത് പരിശുദ്ധാത്മാവിനാലാണ് എഴുതിയത്. അപ്പം ശരിക്കും ഇസ്രായേൽ ജാതിയെ നയിക്കുന്നതിൻ്റെ നേതാവായി വരുന്നതിന് മുമ്പ് തന്നെ മോശയെ ദൈവം പ്രചോദിപ്പിക്കുകയും മോശ ഉൽപ്പത്തിയും ഇയ്യോബിൻ്റെ പുസ്തകവും എഴുതുകയും ചെയ്തു. ഇപ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ നാടകീയ കത്തുന്ന ഒരു മുൾപ്പടർപ്പ് ആടിനെ മേയ്ക്കുമ്പോഴേ മോശ കണ്ടു. അതിൻ്റെ നാടകീയ സംഭവത്തിൽ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മോശയെ വിളിച്ചു. അപ്പം കത്തുന്ന മുൾപ്പടർപ്പിലെ ഹോരേബിൽ വെച്ചിട്ടാണ്, ഈ ഹോരേബ് സീനായി ഒന്ന് തന്നെയാണ്. ശരിക്കും അവിടെ വെച്ച് മോശയെ വിളിച്ചിട്ട് മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചുകൊണ്ട് നയിക്കുവാൻ, വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുവാൻ നിയോഗിച്ചു. പിന്നെ മോശ ദൈവത്തിൻ്റെ ശക്തിയും പല സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ചെങ്കടലിലെ മിസ്രയീമിലെ ദേവന്മാരെയൊക്കെയും മാത്രമല്ല വളരെ ശക്തമായ മിസ്രയീമിലെ സൈന്യത്തെയും മുക്കിക്കളയുന്നത് മോശ കണ്ടു. അപ്പം ശരിക്കും മോശ ദൈവത്തോടു കൂടി കൂടുതൽ അടുത്ത ദിവസങ്ങൾ മോശ ദൈവത്തോടൊപ്പം ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് തിളങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ ശരിക്കും അങ്ങനെ തിളങ്ങി. അതിനുശേഷം ഏതാണ്ട് 39 വർഷം ദൈവം മോശയെ ഇസ്രായേൽ ജാതിയെ നയിക്കുവാനായിട്ട് നിയോഗിച്ചു. ശരിക്കും എങ്ങനെയാ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് തിളങ്ങുവാൻ കാരണം? ആ ദൈവത്തോടുള്ള 40 ദിവസത്തെ സഹവാസം കൊണ്ട്. മോശയെ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനായി ആവർത്തന പുസ്തകം 34:5 യോശുവ 1:1 രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ശരിക്കും അത് നമ്മൾ ആ പദവി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം നമ്മളെ ആരെയെങ്കിലും വിശ്വസ്ത ദാസനായിട്ടോ ദാസിയായിട്ടോ വിളിക്കുന്നുണ്ടോ?
അങ്ങനെ വിളിക്കുമെന്ന് നമുക്കാർക്കെങ്കിലും ബോധ്യമുണ്ടോ? മോശയെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നത് എന്നെ പോലെ ഒരു പ്രവാചകൻ എന്നാണ് ദൈവം തന്നെ പറയുന്നത്. ശരിക്കും ആ ഞായറാഴ്ചത്തെ ഭാഗത്തിൽ എത്ര വളരെ ആശ്വാസകരമായ ഭാഗങ്ങൾ, അതേസമയം നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഭാഗങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം മോശയ്ക്ക് ലഭിച്ചത്, പുസ്തകം എഴുതിയതെല്ലാം വളരെ വ്യക്തമായി നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. നാം തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാൻ കഴിയേണ്ടതിന്, പുറപ്പാട് 33 12 മുതൽ 17 വരെയുള്ള ഭാഗത്ത് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഉദ്യമത്തിൽ സഹായി ആരാണെന്ന് ദൈവം മോശയോട് വെളിപ്പെടുത്തിയില്ല. അത് വലിയൊരു സങ്കടമായി മോശയ്ക്ക്. മോശ ആ സങ്കടം ദൈവത്തോട് പറയുന്നുണ്ട്. കാരണം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും നയിക്കുമ്പോൾ മോശയ്ക്ക് തന്നെ അറിയാം മോശയ്ക്ക് തന്നെ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ മോശയ്ക്ക് ഒരു സഹായി വേണം. അപ്പം ദൈവം ഒരു സഹായിയെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആ സഹായിയുടെ പേര് ആ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. അത് മോശയ്ക്ക് ഭയങ്കര സങ്കടമായി. ആ സങ്കടം മോശ ദൈവത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പം ദൈവം ഒരു ഉത്തരം കൊടുത്തു. ഇന്നാരതൊന്നും ദൈവം പറഞ്ഞില്ല, ആരാണെന്നും പറഞ്ഞില്ല. അതിന് പകരം ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഈ രണ്ട് കാര്യമേ ദൈവം പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ നീ വേറൊരാളെ വിളിച്ചുകൊണ്ട് പോകുമെന്നൊന്നും ദൈവം പറഞ്ഞില്ല. ഞാൻ നിനക്ക് ഒരാളെ തരാമെന്ന് പറഞ്ഞില്ല, ആളുടെ പേര് പറഞ്ഞില്ല. പകരം ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അതിന് മോശ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അപ്പോൾ മോശ പിന്നെ വിട്ടുകൊടുക്കുന്നില്ല. നിനക്ക് എന്നോട് കൃപയുണ്ട്, നിനക്ക് എന്നെ അറിയാമെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് മോശ വീണ്ടും ദൈവത്തോട് പറയുന്നു. അപ്പം ദൈവം അന്നേരം ഒരു ഉത്തരം കൊടുത്തു. എന്താ കൊടുത്തു ഉത്തരവെന്ന് അറിയാമോ? എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കും. അതാണ് ദൈവം കൊടുത്ത ഉത്തരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും മോശയ്ക്ക് ആവശ്യം എന്താണെന്ന് അറിയാമോ? മോശയ്ക്ക് ആവശ്യം മോശയെ സഹായിക്കാൻ ആരാ വരുന്നതെന്ന്. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞെന്നറിയാമോ? ഞാൻ നിന്നോടുകൂടെ പോരും. ആരാണ് അവിടുത്തെ സഹായി? ദൈവം തന്നെയാണ് മോശയുടെ ഏറ്റവും അടുത്ത സഹായി. ഞാൻ നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. എത്ര ആശ്വാസകരമായ ഉത്തരമാണ് ദൈവം കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് ഇതുപോലെ ഉത്തരം ലഭിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഈ ഉത്തരത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതനുസരിച്ച് നാം ജീവിക്കാറുണ്ടോ? ഈ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുന്നത് കർത്താവിൽ മോശയുടെ വളർച്ച സ്ഥിരമായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കെന്തുകൊണ്ട് ലഭിക്കാത്ത? നമ്മുടെ വളർച്ച കർത്താവിൽ ഒരിക്കലും സ്ഥിരമാകുന്നില്ല. കുറേ നാൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കും, കരുതും, അനുസരിക്കും. അത് കഴിഞ്ഞിട്ട് നാം നമ്മുടെ ഇഷ്ടത്തിന് പോകും. പിന്നെയും ബുദ്ധിമുട്ട് വരും, പിന്നെയും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും. അങ്ങനെയല്ല. മോശയുടെ വളർച്ച ദൈവത്തിൽ, കർത്താവിൽ സ്ഥിരമായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള തൻ്റെ ആഴമായ ആവശ്യത്തെക്കുറിച്ച് മോശയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല ദൈവത്തെ അറിയും തോറും കൂടുതൽ കൂടുതൽ അറിയണമെന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. ശരിക്കും നമുക്കത് തിരുവചനം പഠിക്കുമ്പോഴൊക്കെ നമുക്കത് അത്യാവശ്യമായിട്ട് വേണ്ടത്. വീണ്ടും കൂടുതൽ കൂടുതൽ പഠിക്കുവാനുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു അടങ്ങാത്ത ആഗ്രഹം. പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെട്ട് വരാത്ത, നമുക്ക് ഇതുവരെ വെളിപ്പെടാത്ത കാര്യങ്ങൾ അത് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ആ സന്തോഷത്തിൻ്റെ പേര് ആത്മീയ സന്തോഷം എന്ന്. അതാണ് ഉണ്ടാകേണ്ടത്. അത് ആഗ്രഹം അത് മോശയ്ക്ക് ഏറി വന്നുകൊണ്ടേയിരുന്നു. മോശ മലയിൽ കയറി ദൈവത്തിൻ്റെ അടുക്കൽ പോയി എന്ന് പറയുന്നുണ്ട്, പുറപ്പാട് 19:3. പിന്നെ മോശ മലയുടെ മുകളിൽ പോയി, അവിടെ പുറപ്പാട് 19:20. അതിനുശേഷം ദൈവം വസിച്ചിരുന്ന കട്ടിയുള്ള ഇരുൾ മൂടിയ മേഘത്തിൽ മോശ കയറിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അത് പുറപ്പാട് 20:21. അപ്പം ദൈവവും മോശയുമായുള്ള അടുപ്പം, സാമീപ്യം, കൂടെയുള്ള കാഴ്ചകളെ കൂടെ സംസാരിക്കുന്നത്, അതൊക്കെ മോശയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ മുതൽക്കൂട്ടായിരുന്നു. പക്ഷെ മറ്റൊരു സന്ദർഭത്തിൽ ദൈവം ഉണ്ടായിരുന്ന മേഘത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ ദൈവം ഉണ്ടായിരുന്ന മേഘത്തിൽ മോശ പ്രവേശിച്ചു. അവിടെ മോശ 40 പകലും 40 രാവും ചെലവഴിച്ചു. ദൈവത്തോടൊപ്പം താമസിച്ചെന്ന് അവിടെ പറയുന്നത്. പുറപ്പാട് 20 ദൈവത്തോടൊപ്പം താമസിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മോടൊപ്പം താമസിക്കാൻ ഉണ്ടെങ്കിൽ ആ നല്ല അനുഭവം, ആ അനുഭവത്തിനൊരു സ്വർഗീയ അനുഭവം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കൂടാരം എങ്ങനെ നിർമ്മിക്കണമെന്നും സമാഗമന കൂടാരം എങ്ങനെ സജ്ജീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ശരിക്കും മോശയ്ക്ക് ദൈവം കൊടുത്തു. അപ്പോൾ 40 രാവും 40 പകലും ദൈവത്തോടൊപ്പം കഴിഞ്ഞ മോശ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അനുഭവ പാഠവും ലഭിച്ചു എന്നാണ് പറയുന്നത്. ഈ അനുഭവം
അങ്ങനെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ 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 അത്യുത്തമമാണ്. കാരണം 40 ദിവസം ദൈവത്തോടൊപ്പം വസിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തെ പരിപൂർണമായി മനസ്സിലാക്കാൻ മോശയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും, ഒരു നിമിഷം പോലും ദൈവത്തോടൊപ്പം ചെലവഴിക്കുവാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നില്ല. അതിനേക്കാൾ അവർ ബിസിയാണ്. കാരണം വളരെയധികം ബിസിയാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിൽ. ശരിക്കും മോശ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ അനുഭവിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു ഇങ്ങനെ പറഞ്ഞു. കാരണം ഇത് എന്ന പുറപ്പാടിലാണ്. അതിനുശേഷം യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ 17:3 ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ മോശയെ സംബന്ധിക്കുന്നിടത്തോളം ദൈവത്തെ അറിഞ്ഞു, ആ മോശയ്ക്ക് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ നല്ല ഭാഗം നോക്കി, ഇത്ര ആശ്വാസകരമായ ഭാഗം നമ്മൾക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്ത് തന്നു. അത് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുകയും വീണ്ടും വീണ്ടും ഉരുവിടുകയും കൂടുതൽ വചനം വായിക്കുവാൻ കൂടുതൽ നമുക്കൊരു ത്വര ഉണ്ടാകുകയും ചെയ്യണം. അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും വേണം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ, ദയവായി നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരിക, ദയവായി നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരിക. അപ്പോൾ ശരിക്കും മോശ 40 ദിവസം യേശുവിനോടായിരുന്നപ്പോഴേ ആ കാലയളവിൽ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിച്ചു. അങ്ങനെ അവർ വിശ്വാസത്യാഗം ചെയ്തു. ആ ഇസ്രായേലിനെ തുടർന്നും ഇപ്പം മോശയെ സംബന്ധിക്കുന്നിടത്ത് വലിയ സങ്കടമാണ് ഇസ്രായേൽ ജാതി ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ആ വാർത്ത. അത് ഭയങ്കര സങ്കടമാണ്. പക്ഷേ മോശ നഷ്ടപ്പെട്ടു പോയാലും താൻ സ്നേഹിച്ച ഒരു ജനവും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് ശരിക്കും ഇസ്രായേലിനെ തുടർന്ന് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുമെന്ന് ഉറപ്പാക്കാൻ മോശ ആഗ്രഹിച്ചു. ദൈവം മോശ പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ ജാതിയെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ അത് ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ വീണ്ടും വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളത് മോശ ഉറപ്പാക്കുവാൻ ആഗ്രഹിച്ചു. പുറപ്പാട് 33 18 മുതൽ 23 വരെയുള്ള ഭാഗത്ത്, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ എൻ്റെ മഹിമ ഒക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും എന്ന് പറയുന്നുണ്ട്. മോശയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ലൊരു സുഹൃത്ത് ദൈവം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തുമായിരുന്നു മോശ. അപ്പോൾ എനിക്ക് നിന്റെ മഹത്വം കാണണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം സമ്മതിക്കുകയോ ചെയ്തേ. എന്താ പറഞ്ഞേ? ഞാൻ അവിടെ 33 അവിടെ പറയുന്നത്, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ അതിന് അവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കും, യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഞാൻ ഘോഷിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃപ, അവിടെ ഒരു പ്രത്യേക ഒരു വാക്ക് പറയുന്നുണ്ട്. എന്തെന്നറിയാമോ? കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ഇപ്പൊ കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ കാണിക്കും, കരുണ കാണിപ്പാൻ മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. മോശയെ സംബന്ധിക്കുന്നിടത്തോളം ഈ വാക്യം വളരെ അന്വർത്ഥമാണ്. കാരണം ദൈവത്തിൻ്റെ കൃപയും കരുണയും മോശയോട് ദൈവം വളരെയധികം കാണിച്ചു എന്നുള്ളതാണ്. ഇതാ എൻ്റെ അടുക്കൽ ഒരു ദൈവം മോശയോട് പറയുവാണ്, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും ദൈവം മോശയോട് ആദ്യം പറഞ്ഞു. ശരിയാണ്, ബൈബിൾ പല ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പൊ കണ്ടിരിക്കാൻ, ദൈവത്തെ ആർക്കും കണ്ടിരിക്കാൻ പറയും, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. എന്നാലും ദൈവം വീണ്ടും മോശയോട് സംസാരിക്കുന്നു, ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖം കാണാവതല്ല. ശരിക്കും അതിന് മുമ്പ് ഞാൻ വായിച്ച വാക്യം വീണ്ടും വായിക്കാൻ പോകുന്നു. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ഇത് തന്നെയാണ് താഴെ ഭാഗത്ത് മോശയോട് ദൈവം കാണിച്ചത്. ദൈവത്തിന് മോശയോട് കൃപ കാണിക്കുവാൻ ഇഷ്ടം തോന്നി, ദൈവത്തിന് മോശയോട് കരുണ കാണിക്കുവാൻ ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ഏതാണ് ആ സ്ഥലം? അവിടെ ആ പാറമേൽ നീ നിൽക്കണം. അവിടെ
അവിടെ നിന്നാൽ മാത്രം മതി, ഞാൻ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ മോശയോട് പറഞ്ഞില്ല നീ പോയി അവിടെ ഒളിക്കാൻ. പകരം ദൈവം എന്ത് പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. കാരണം ദൈവ തേജസ് കണ്ടിട്ട് ജീവിച്ചിരിക്കുവാൻ മോശയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് അത് പരിപൂർണമായിട്ട് മോശയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ കൊണ്ടും കരുണ കൊണ്ടും ഒരു പിളർപ്പിൽ നിർത്തി ദൈവത്തിൻ്റെ കരം കൊണ്ട് ആ തേജസ് മറച്ച് നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖം കാണാവതല്ല. ദൈവ തേജസ് കാണണമെന്നുള്ള മോശയുടെ അതിയായ ആഗ്രഹത്തെ ദൈവം മാനിച്ചു എന്നിവിടെ പറയുന്നുണ്ട്. ദൈവ തേജസ് കാണണമെന്നുള്ള മോശയുടെ അതിനെ പരിപൂർണ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ഭാഗമെങ്കിലും കാണാൻ മോശയ്ക്ക് കഴിഞ്ഞു. ആ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. എങ്കിലും അല്പനായ മനുഷ്യന് അപ്രാപ്യമായ ദൈവ തേജസ്, ശരിക്കും അല്പനായ മനുഷ്യന് അപ്രാപ്യമായ ദൈവ തേജസ് ഏറ്റ് മോശ മരിക്കാതിരിക്കേണ്ടതിന് ഒരു പാറയുടെ വിടവിൽ നിർത്തി തൻ്റെ കരം കൊണ്ട് മറച്ച് തൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം അവനെ കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആരാ? മോശയെ സംബന്ധിക്കുന്നതോടെ മോശ ദൈവവുമായിട്ട് ഈടാർന്ന ബന്ധം പുലർത്തി അനേക പ്രാവശ്യം മുഖാമുഖം കണ്ട് സംസാരിച്ചു. അങ്ങനെയുള്ള മോശ, ആ മോശ പറയുന്ന അല്പനായ മനുഷ്യന് അപ്രാപ്യമായ ദൈവ തേജസ്സേറ്റ് മോശ മരിക്കാതിരിക്കേണ്ടതിന് ഒരു പാറയുടെ വിടവിൽ നിർത്തി തൻ്റെ കരം കൊണ്ട് മറച്ച് തൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം അവനെ കാണിച്ചു. അപ്പം ദൈവം ഏത് അറ്റം വരെ പോകുന്നു ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ, ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന്. അപ്പം ദൈവത്തിൻ്റെ തനതായ മഹത്വത്തിൽ ഒരു മനുഷ്യനും തന്നെ കാണുവാൻ കഴിയുകയില്ല എന്നതാണ് ദൈവം മോശയെ ഓർമ്മിപ്പിച്ചത്. ദൈവത്തിൻ്റെ തനതായ മഹത്വത്തിൽ ഒരു മനുഷ്യനും തന്നെ കാണുവാൻ കഴിയുകയില്ല. അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും, യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് യേശുക്രിസ്തു അരുളി ചെയ്തത്. ഒരു നാളും ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. യഥാർത്ഥ രൂപത്തിൽ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എന്ന് പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ച്. മനുഷ്യർ ആരും കാണാത്തവനും മാത്രമല്ല കാണാൻ കഴിയാത്തവനുമായവൻ. അപ്പം ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയാണ്. അതുതന്നെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പം ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയാണ്. അതുതന്നെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും അവൻ്റെ നന്മയുടെയും ദയയുടെയും ആർദ്രമായ സ്നേഹത്തിൻ്റെയും പ്രതിഫലനം എന്ത് വേണമെന്നറിയാമോ? നമ്മുടെ മുഖത്തും കാണണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ കാണണം. എന്തൊക്കെ കാണണം? ശരിക്കും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും അവൻ്റെ നന്മയുടെയും ദയയുടെയും ആർദ്രമായ സ്നേഹത്തിൻ്റെയും പ്രതിഫലനം നമ്മളുടെ സ്വഭാവത്തിലും കാണണം. ഇത് നമ്മളത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഈ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളും കൊള്ളയും കൊലയും കൊലപാതകവും പിടിച്ചുപറിയും ഏഷണയും ദുരാഗ്രഹവും ഇതെല്ലാം എവിടെയെങ്കിലും ഈ ദൈവത്തിൻ്റെ ഈ സ്വഭാവം, ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദയ എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അതുപോലെ ലോകത്തിൽ അനുഗ്രഹം മാത്രമല്ല, ഇതൊക്കെ ഈ സ്വഭാവം നമ്മളിൽ പ്രതിഫലിച്ചാൽ ഈ ലോകത്തിൽ അനുഗ്രഹം മാത്രമല്ല ലോകം പ്രകാശപൂരിതവുമാകുമെന്നാണ് പറയുന്നത്. അനുഗ്രഹം മാത്രമല്ല ലോകം പ്രകാശപൂരിതവുമാകും. അപ്പം ദൈവത്തിൻ്റെ നന്മ നമ്മളെല്ലാം മാനസാന്തരത്തിലേക്ക് നയിക്കും എന്ന് പൗലോസും പറയുന്നു. ദൈവത്തിൻ്റെ നന്മ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് പൗലോസും പറയുന്നു. അപ്പം ശരിക്കും നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുക എന്നും പറയുന്നുണ്ട്. അപ്പം എത്ര മഹത്തരമായ പാഠമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഈ പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ മാനസാന്തരപ്പെടാതോ അല്ലെങ്കിൽ രൂപാന്തരപ്പെടാതോ എങ്ങനെ ഓരോ ദിവസവും ദേവാലയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും? ഒരു കുറ്റബോധവും നമുക്കില്ലേ? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഭാഗമാണ്. അതാണ് ചൊവ്വാഴ്ചത്തെ ഭാഗം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഈ ലോകം പ്രകാശപൂരിതമാകണം. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ. പുറപ്പാട് 34 1 മുതൽ 28 വരെയുള്ള ഭാഗമാണത്. ഇസ്രായേൽ ജനം ചെയ്ത പാപത്താൽ, അവർ ചെയ്ത പാപം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞു നിങ്ങൾ അന്യ ദൈവങ്ങളെ ആരാധിക്കരുത് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ മിസ്രൈമിൽ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ അവിടെ താമസിച്ചതുകൊണ്ട് മിസ്രൈമയുടെ ആചാര രീതി പഠിച്ച് അത് അവർ പരിശീലിച്ചതുകൊണ്ട് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതാണ് ഇസ്രായേൽ ജനം ചെയ്ത ഏറ്റവും വലിയ പാപം. അപ്പോൾ കോപാകുലനായ മോശ ദൈവം നൽകിയ കൽപ്പലകൾ രണ്ടും എറിഞ്ഞുടച്ചു കളഞ്ഞ്
മോശ തന്നെ എറിഞ്ഞു ഉടച്ചു കളഞ്ഞു. അപ്പൊ ശരിക്കും ആദ്യം കൊടുത്ത ആ കൽപ്പലക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു, മനുഷ്യ സൃഷ്ടി അല്ല. ആ കൽപ്പലക ദൈവം തമ്പുരാൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതി മോശയുടെ കയ്യിൽ ആ ദൈവത്തിന്റെ കൽപ്പലകകൾ തന്നെയാണ് കൊടുത്തത്. എന്നാൽ അതിനുശേഷം മോശ തന്നെ ചെത്തിയെടുത്ത് 2 കൽപ്പലകം കൊണ്ട് ഈ സീനായി പർവ്വതത്തിൽ പോയി. ശരിക്കും മോശ തന്നെ ചെത്തിയെടുത്ത് ദൈവസന്നിധിയിൽ സീനായി പർവ്വതത്തിൽ കയറി ചെല്ലുവാൻ ദൈവം അവനോട് ആവശ്യപ്പെട്ടു ഈ കൽപ്പലകകളുമായിട്ട്. അപ്പോൾ ആദ്യ ഉടമ്പടിയിലെ സമയം പോലെ തന്നെ ആദ്യ ഉടമ്പടിയിലെ സമയം മോശ എത്ര ദിവസം അവിടെ താമസിച്ചേ? 40 ദിവസം രാവും പകലും. അതുപോലെ തന്നെ രണ്ടാമതും മോശ ഈ കൽപ്പലകളുമായിട്ട് പോയപ്പോൾ ഏതാണ്ട് 40 രാവും 40 പകലും അവിടെ ദൈവത്തോടൊപ്പം കഴിക്കും. യഹോവ സ്വയം വെളിപ്പെടുത്തിയുടെ പ്രകാരം യഹോവ സ്വയം വെളിപ്പെടുത്തിയ യഹോവ കൃപയും കരുണയും ഉള്ളവൻ അല്ലേ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കാത്തവൻ. ശരിക്കും ഇത്രയുമൊക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവം സ്വയം അങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. ദൈവം സ്വയം വെളിപ്പെടുത്തിയത് എന്താ? ശരിക്കും യഹോവ കൃപയും കരുണയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. പശ്ചാത്തപിച്ചാൽ പാപവും ക്ഷമിക്കുന്നവൻ. മോശ ദൈവത്തിന്റെ മുമ്പിൽ അന്ന് ഇത് കേട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ മോശ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കർത്താവിനോട് ഇപ്രകാരം അപേക്ഷിച്ചു: കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളുടെ മധ്യേ നടക്കണമേ. അതാണ് മോശയുടെ അപേക്ഷ. ശരിക്കും ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലന് സഭാവിശ്വാസികൾക്ക് വേണ്ടിയും കൂട്ടുവേലക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത്. കർത്താവെ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ നടക്കണമേ. ഈ തലമുറയെ കുറിച്ച് പറയുന്നത് എന്തോന്നറിയാമോ? ദുശാഠ്യമുള്ള തലമുറ, എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ. ഞങ്ങളുടെ പാപവും അകൃത്യവും ഒക്കെ ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നു. സാഷ്ടാംഗം വീണു എന്നാണ് പറയുന്നത് മോശ ദൈവത്തിൻ്റെ മുമ്പിൽ. അതിന് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. ദൈവം മോശയോട് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്തുവെന്നറിയാമോ? ഒന്നാമതായിട്ട് പറഞ്ഞത്, വലിയ അത്ഭുതങ്ങൾ സർവ്വജനത്തിന് മുൻപാകെ ഞാൻ ചെയ്യും. 2, ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. 3, അന്യജാതിക്കാരെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. 4, ദേശത്തിലെ നിവാസികളോട് ഒരു ഉടമ്പടിയും ചെയ്യരുത്. 5, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. 6, അന്യ ദൈവത്തെ നമസ്കരിക്കരുത്. 7, യഹോവ തീഷ്ണതയുള്ള ദൈവമാണ്. 8, അവരുടെ ബലികൾ തിന്നരുത്. 9, അന്യജാതിക്കാരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്. 10, പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 11, ആദ്യജാതൻ യഹോവയ്ക്ക് വിശുദ്ധം. 12, വെറും കൈയോടെ നീ ദൈവം മുൻപാകെ ചെല്ലരുത്. 13, വിളവിൻ്റെ ആദ്യഫലം യഹോവയ്ക്കുള്ളത്. ശരിക്കും ഇത്രയും കാര്യങ്ങൾ ദൈവം മോശയോട് പറഞ്ഞത് ദൈവം മധ്യേ നടക്കണമെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ അവർ പാലിക്കണം. മോശ കൊണ്ടുചെന്ന കൽപ്പലകയിൽ 10 കൽപ്പന ദൈവം എഴുതി കൊടുത്തു. ഈ ഉപദേശങ്ങളെല്ലാം ഈ പറഞ്ഞ ഞാൻ ഏതാണ്ട് വായിച്ച 13 ഉപദേശങ്ങളുണ്ട്. ഈ 13 ഉപദേശങ്ങളും ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തലാണ്. അപ്പൊ തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുമെന്നും അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുമെന്നും ദൈവം മോശയ്ക്ക് ഉറപ്പ് കൊടുത്തു. അതാണ് മോശയുടെ ഏറ്റവും വലിയ വൈഭവം എന്ന് പറയുന്നത്. മോശ ദൈവം പറഞ്ഞത് കേട്ട് സാഷ്ടാംഗം വീണ മോശ ദൈവത്തെ നമസ്കരിച്ച്, കർത്താവെ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളുടെ മധ്യം നീ നടക്കണമേ എന്ന് പറഞ്ഞു. ഇത് ദുശാഠ്യമുള്ള തലമുറയാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങൾ ദൈവം. എന്നിട്ട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ പരിപാലിക്കുവാണ് എങ്കിൽ ഞാൻ തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യുമെന്നും അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുമെന്നും ദൈവം മോശയ്ക്ക് ഉറപ്പ് കൊടുത്തു. ഇതാ, ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ഭൂമിയിലോ ഒരു ജാതിയിലോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ എല്ലാ ജനത്തിൻ്റെയും മുൻപാകെ ചെയ്യും. നീ സഹവസിക്കുന്ന ജനമൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുത കാര്യമാണ്. പുറപ്പാട് 34:10 ഞാൻ വായിച്ചത്.
ഇതെല്ലാം പറഞ്ഞപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു ഉറപ്പാണ്, ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ഭൂമിയിലോ ഒരു ജാതിയിലോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ എല്ലാ ജനത്തിൻ്റെയും മുൻപാകെ ചെയ്യും. നീ ആരുമായിട്ടൊക്കെ സഹവസിക്കുന്നു അവരൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുത കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ദൈവം മോശയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഒരിക്കൽ പോലും മനുഷ്യന് ചെയ്യാൻ ലഭിക്കാത്തത് പോലും ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം കാണുവാനോട് ദൈവം അനുവദിച്ചു. അല്ലേ? എത്രമാത്രം സൗഹൃദ സ്നേഹം, എത്രമാത്രം കരുതല്, ദൈവം തെരഞ്ഞെടുത്ത ജനത്തോടുള്ള ദൈവത്തിൻ്റെ കടാക്ഷം എത്ര വലുതാണ്. നാം അവസാന ഭാഗത്തേക്ക് വരുന്നു, വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ പറയുന്നത് മോശയുടെ തിളങ്ങുന്ന മുഖം. പുറപ്പാട് 34:29 മുതൽ 35 വരെയുള്ള ഭാഗത്ത് മോശയോട് ദൈവം അരുളി ചെയ്തത് നിമിത്തം മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു. അങ്ങനെ പ്രകാശിച്ചു എന്നത് മോശ അറിഞ്ഞില്ല. ഇവിടെ എന്താണെന്നറിയാമോ? ദൈവം മോശയോട് അരുളി ചെയ്തത് കൊണ്ട് 40 ദിവസം മോശ അവിടെ നിന്ന് ചെലവഴിച്ചത് കൊണ്ട്, ദൈവത്തെ മുഖാമുഖം കണ്ടതുകൊണ്ട്, ദൈവ സാന്നിധ്യത്തിലായിരുന്നത് കൊണ്ട് മോശയുടെ മുഖം പ്രകാശിച്ചു. പക്ഷെ മോശ അത് അറിഞ്ഞില്ല. അപ്പൊ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് മോശ സീനായി പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നു. അപ്പൊ ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് കൊടുത്ത ആ കൽപ്പലകൾ രണ്ടും കൈ പിടിച്ചുകൊണ്ട് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. 40 ദിവസം കഴിഞ്ഞാണ് ഇറങ്ങി വന്നത്. ദൈവ സാന്നിധ്യത്തിലായിരുന്നത് കൊണ്ടാണ് മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചത്. അപ്പൊ ദൈവത്തിൻ്റെ നന്മയും ദയയും സ്വഭാവത്തിൻ്റെ ഭംഗിയും മനസ്സിലാക്കിയ മോശ ദൈവത്തിന് പൂർണ്ണമായും മോശ സമർപ്പിച്ചു. മാത്രമല്ല കീഴ്പ്പെട്ടു. അപ്പൊ ദൈവത്തിൻ്റെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കിയ മോശ ദൈവത്തിന് കീഴ്പ്പെട്ടു. അപ്പോഴേ ദൈവം മോശ രൂപാന്തരപ്പെട്ടു, മുഖം പ്രകാശിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ രൂപാന്തരപ്പെട്ടാൽ ചിലപ്പോൾ ശരിക്കും ഇങ്ങനെ വലിയ കൊള്ളയൊക്കെ ചെയ്ത മനുഷ്യരുടെ ഫോട്ടോ പേപ്പറിലൊക്കെ കാണിക്കുമ്പോൾ അവർക്കെല്ലാം അങ്ങ് ക്രൂര മുഖമാണ്. അപ്പം നമ്മൾ തന്നെ അറിയാതെ പോയോ അവനെ കണ്ട ഒരു വലിയ കള്ളനാന്ന് തോന്നും, ഇല്ലേ? വലിയ കള്ളനാന്ന് തോന്നും. അതേസമയം നല്ല ഒരു ദൈവഭാഗത്തേക്കുന്ന ഒരു നല്ല വേലക്കാരൻ, അവൻ പ്രസംഗിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ അവൻ്റെ മുഖം പ്രകാശിക്കും. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അനുഗ്രഹമാണ്, പ്രകാശിക്കും. അപ്പോൾ മോശ രൂപാന്തരപ്പെടുകയും മുഖം പ്രകാശിക്കുകയും ചെയ്തു. അതാണ് മോശയ്ക്ക് സംഭവിച്ചത്. നാം ദൈവത്തിന് കീഴടങ്ങുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ കർത്താവും രാജാവുമാകുവാൻ നാം അനുവദിക്കുകയും ചെയ്താൽ നമ്മുടെ മുഖവും പ്രകാശിക്കും. അതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അപ്പോൾ ഈ മോശയുടെ മുഖം പ്രകാശിച്ചത്, മുഖത്തിൻ്റെ ത്വക്കാണ് പ്രകാശിച്ചത്. അതിങ്ങനെ പ്രകാശിച്ച് വരുമ്പോൾ ആരൊക്കെ കണ്ടെന്നറിയാമോ? അഹരോനും ഇസ്രായേൽ മക്കളും ഒക്കെ കണ്ട്. അവർക്കെല്ലാം മോശയെ കണ്ടപ്പോൾ ഭയമായി. എന്താണ് ഇത്രയും പ്രകാശിച്ചിരിക്കുന്നത്? അടുത്ത് ചെല്ലാൻ അവർക്കെല്ലാം ഭയം വന്നു. അപ്പോൾ മോശ അവരെ വിളിച്ചു. അഹരോനും പ്രമാണികളും എല്ലാവരും അടുത്ത് ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അതിനുശേഷം ഇസ്രായേൽ ജനം ഒക്കെയും മോശയുടെ അടുത്ത് ചെന്നു. അപ്പൊ സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളി ചെയ്തതെല്ലാം മോശ ജനത്തോട് പറഞ്ഞു. ശരിക്കും എന്തൊക്കെയാ പറഞ്ഞേ? ഞാനൊരു 13 പോയിന്റ് വായിച്ചില്ലേ? ആ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അന്യജാതിക്കാരുമായിട്ട് യാതൊരു സംസർഗവും പാടില്ല, അവൻ്റെ ബലി തിന്നരുത്, അവനെ ആരാധിക്കാൻ പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്, അവൻ അവരോട് പറഞ്ഞു. മോശ അവരോട് സംസാരിച്ചതിന് ശേഷം അവൻ തൻ്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടു എന്ന് പറയുന്നു. ഈ ഇസ്രായേൽ ജനങ്ങളോടും അഹരോനോടും ബാക്കി നേതാക്കന്മാരോടും എല്ലാം മോശ സംസാരിച്ചു. അതിനുശേഷം ഒരു മൂടുപടം ഇട്ടു. എന്തിനാണ് ഈ മൂടുപടം ഇട്ടതെന്നറിയുമോ? 2 കൊരിന്ത്യർ 3:11 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: നീങ്ങി പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ എന്ന് പറയും. അപ്പൊ എന്തിനാണ് മോശ മൂടുപടം ഇട്ടത്? ശരിക്കും മോശ ദൈവസന്നിധിയിൽ 40 രാവും 40 പകലും കഴിച്ച് നല്ല തേജസ്സോടുകൂടി തിളങ്ങുന്ന മുഖത്തോടുകൂടി വന്ന മോശയുടെ മുഖത്തെ തേജസ് മങ്ങിപ്പോകുന്നത് ജനം കാണാതിരിക്കുന്നതിന് വേണ്ടി മൂടുപടം ഇട്ടു. ഇപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണവും കൃപയും വ്യക്തിവൽക്കരിക്കപ്പെട്ട യേശുവിൻ്റെ മഹത്വം മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ മഹത്വത്തെ മറികടക്കുന്നു. അപ്പൊ ക്രിസ്തുവും ദൈവത്തിൻ്റെ ന്യായപ്രമാണവും നമ്മുടെ സ്വഭാവങ്ങളിൽ കൊത്തിവെക്കാൻ കഴിയുന്നത് നാം യേശുവിൽ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ മാത്രമാണ്. എപ്പോഴാണ് യേശുവിൻ്റെ സ്വഭാവം നമ്മൾക്കുണ്ടാകുക? എപ്പോഴാണ് നാം നമ്മുടെ മുഖം പ്രകാശിക്കുന്നത്?
അപ്പൊ ക്രിസ്തുവും ദൈവത്തിന്റെ ന്യായപ്രമാണവും നമ്മുടെ സ്വഭാവങ്ങളിൽ കുത്തിവെക്കുമ്പോൾ, നമ്മളും അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ, നമ്മുടെ ദൈവാത്മാവിന്റെ ശക്തിയാൽ മാത്രം നമ്മുടെ മുഖം. അപ്പൊ യേശു തന്റെ അനുയായികളോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? മത്തായി 5:16 മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാൻ വീണ്ടും വായിക്കുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളിൽ പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വെളിച്ചം പുറത്തേക്ക് പ്രകാശിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും. അതിനായി ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കൊരവസരം കൂടെ നൽകി തന്ന കൃപയെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ തിരുവചനം പഠിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങളെ സഹായിച്ചതോർത്ത് അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ വചനം പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവിനെ ഞങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവം ഉപദേശിക്കുന്നത് പോലെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് മുഖം പ്രകാശിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രകാശം മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. എല്ലാ ശ്രോതാക്കളെയും കർത്താവിൻ്റെ തിരുമുമ്പിൽ അടിയങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും അങ്ങെടുത്തൊടുവിൽ അങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.